ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യരാത്രി ദിവസം ആകാശും മീനുവും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക. ആകാശമല്ല കേട്ടോ, നമ്മുടെ മീനുമാണ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ നഷ്ടവും അതുപോലെ ദുരന്തങ്ങൾ കാരണം അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ഇതെല്ലാം പറഞ്ഞു. പക്ഷേ അവിടെയെല്ലാം എന്നെ പിടിച്ചു നിർത്തിയത് നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ നിന്നോട് നമ്മുടെ ആദ്യരാത്രി നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ആദ്യരാത്രി എന്നും പറഞ്ഞുകൊണ്ട് മീനു ഇങ്ങനെ ആകാശിനോട് പറയാം. അപ്പോൾ ആകാശിനോട് നമ്മുടെ മീനു മനസ്സ് തുറന്നെല്ലാം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ വീട്ടിലേക്ക് വന്നു കയറിയത് തൻ്റെ ഭാഗ്യമാണ്, അതെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശിനാണെങ്കിൽ ടെൻഷൻ, ആകെ വെപ്രാളവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക. കാരണം അച്ഛന് വാക്ക് കൊടുത്തിട്ടാണ് ഈ മോനിങ് വന്നേക്കണത്. അപ്പം മീനും എല്ലാത്തിനും മുൻകൈ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആരോ പുറത്തുനിന്ന് വാതിൽ കൊട്ടുന്നു. അപ്പോൾ പുറത്തുനിന്ന് വാതിൽ കൊട്ടിയപ്പോൾ ആരായിരിക്കും ഓർത്ത് ആകാശന് ഞെട്ടൽ. പെട്ടെന്ന് മീൻ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അമ്മ പാലുമായിട്ട് വന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ താങ്ക് യു അമ്മേ, സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഒരു ഗ്ലാസ് പാലിൻ്റെ കുറവുണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ ആകാശിനോട് പറയായിരുന്നു അമ്മയും ഞാനും കമ്പനി ആയിന്ന്. ഞാൻ അങ്ങനെ വലിയ കമ്പനിയൊന്നും ആയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞിട്ട് മീനുവിന് യാതൊരു കൂസലും ഇല്ല. മീനു നല്ല ഹാപ്പി ഗേളായിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് വന്നു. ആകാശം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇത് കുടിക്കുന്നു പറഞ്ഞു കൊടുത്തപ്പം അയ്യോ ഞാൻ രാത്രി ഇങ്ങനെ പാലൊന്നും കുടിക്കാറില്ല എന്ന് പറഞ്ഞു ആകാശ്. ഈശ്വര, ഞാനെന്തു പറയാനാ, ഞാനും അങ്ങനെ സ്ഥിരമായിട്ട് പാലൊന്നും കുടിക്കാറില്ല. എടാ മനുഷ്യ, ഈ പാലുകുടി എന്നൊക്കെ പറഞ്ഞാലേ പങ്കുവയ്ക്കലിൻ്റെ സിമ്പലാ. ഭർത്താവ് കുറച്ച് പാല് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അധികം അങ്ങനെ സിനിമയൊന്നും കാണാറില്ല മീനു, എൻ്റെ പൊന്നു ഭഗവാനെ ഞാൻ പെട്ടല്ലോ എന്ന് പറഞ്ഞതായിരുന്നു മീനു. പക്ഷേ മറ്റൊരാൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു 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 ഇതല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്കും അത് ഇഷ്ടമുള്ള ശീലമൊന്നും അല്ല ആകാശേ. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മറ്റൊരാളല്ലല്ലോ, ഒറ്റയാളല്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് ആകാശ് പറഞ്ഞു. എന്നതാ ഈ പാല് കുടിച്ചാട്ടെ. അപ്പം ഇത് ഞാൻ കുടിക്കണമല്ലേ? ആ കുടിച്ചേ പറ്റൂ, കുടിക്കുക എന്ന് പറഞ്ഞു. നിർബന്ധിച്ച് എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ആകാശ് കുറച്ച് കുടിച്ചു. അപ്പോൾ കുടിച്ചപ്പോൾ ഇത് നേരം ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ബാക്കി കുടിക്കണോ? അത് സാരമില്ല, ആകാശ് കുടിച്ചതിൻ്റെ ബാക്കിയല്ലേ, ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞു നമ്മുടെ മീനും അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ മീനുവിനോട്. മീനുമാണ് ആ വായിലുണ്ടായിരുന്ന പാല് മുഴുവൻ ആകാശിൻ്റെ മുഖത്തേക്ക് തുപ്പി. അയ്യോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആകാശ് പാലിൽ കുളിച്ചു. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പാലിന് മധുരം കുറവാണെന്ന് ആകാശമായിട്ടുള്ള ലൈഫ് ഫുള്ള് കോമഡി ആയിരിക്കും ഉറപ്പാ എന്ന് മീനും. അതെ, പറഞ്ഞു നേരം വെളുക്കാറായി. അല്ല, ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം എന്താ മീനു? ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ആകാശതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഇനി ആകാശം സംസാരിക്കാൻ പറഞ്ഞു. അപ്പം സത്യത്തിൽ ഞാനും സന്തോഷത്തിൽ തന്നെയാണ്, വലിയ സന്തോഷത്തിലാണെന്ന് ആകാശ്. നിന്നെപ്പോലെ നല്ല പഠിപ്പും ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളൊരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടുക എന്നൊക്കെ വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ് ഈ പറഞ്ഞ ഡയലോഗ് അത് ഞാൻ കട്ട് ചെയ്തു. ഞാൻ പഠിപ്പും ജോലിയുള്ള ആളും ആകാശം ഇതൊന്നും ഇല്ലാത്ത ആളാണെന്നുള്ള രീതിയിലുള്ള വർത്തമാനം ഇനി വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ശരി, എന്ന് ഇനി ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വലിയ സന്തോഷത്തിലാണെന്ന് പറയായിരുന്നേ. പക്ഷേ മീനു ഒരു ചെറിയ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം അല്ല ഏട്ടന് വിവാഹമൊന്നും ആയിട്ടില്ല. അച്ഛൻ പറയുന്നത് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയായിരുന്നു എൻ്റെ വിവാഹം എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അത് അച്ഛൻ ഇന്നലെയും പറഞ്ഞല്ലേ ആകാശേ. മീനു, ഞാൻ നിന്നെ വിഷമിപ്പിക്കുമെന്ന് ചോദിച്ചപ്പം ആകാശ് പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല, എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഏട്ടൻ്റെ കല്യാണം നടക്കാതെ വരുമോ എന്നുള്ളതാണ് എൻ്റെ പേടിയെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ? എൻ്റെ ആകാശേ, ഇപ്പോൾ ഒരു കുടുംബത്തിലും ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കല്യാണം കഴിക്കുന്നത്. ലിവിങ് ടുഗദറിൻ്റെ കാല ഇതൊക്കെ വിചിത്രമായ വിഷമങ്ങളാട്ടോ എന്ന് പറഞ്ഞു മീനു. അല്ല, ഇപ്പം തന്നെ നമുക്ക് കുട്ടികളൊക്കെ ആയി, അതൊക്കെ ഏട്ടൻ കാണുമ്പോൾ ഏട്ടന് വിഷമം തോന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഇതെന്തൊരു പാടാ, ഏട്ടൻ എന്താ സമയം കല്യാണത്ത് കഴിച്ച് പെണ്ണും പെടക്കോഴിയൊക്കെ ആകാരുന്നില്ലെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ഇനി അങ്ങനെ പൊതുവെ പറയണ്ട കേട്ടോ. അതെ, ഇനി സംസാരമൊന്നും വേണ്ട, സംസാരത്തിൻ്റെ കോട്ടയൊക്കെ കഴിഞ്ഞു. എൻ്റെ എല്ലാം അല്ലേന്ന് ചോദിച്ചോണ്ട് മീനു പിന്നെ പാട്ടായി, കെട്ടിപ്പിടുത്തമായി, ഉമ്മ കൊടുക്കലൊക്കെ ആയി. അപ്പോഴേക്കും അയ്യോ നല്ല ചൂടെനിക്ക്. ചൂടൊന്നും ഇല്ലല്ലോ. ഉണ്ട് മീനു, ഉണ്ട്. അയ്യോ ഇന്നലെ ഓട്ടോ അലച്ചിൽ ബഹളമൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെ പിടിച്ച പനിയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്നാലേ ഈ പനി എനിക്കും പിടിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനു കെട്ടിപ്പിടിച്ചു. വേണ്ട മീനു, അടുത്ത് വരണ്ട, പനി പകരണ്ട കേട്ടോ. അതുകൊണ്ടാ സത്യമായിട്ടും. അപ്പോൾ ആണോ? എന്നാൽ സാരമില്ല,
ഒന്നിപ്പഴിച്ചാൽ 3. ഒന്നാം രാത്രി രണ്ടാം രാത്രിയും പോട്ടെ, മൂന്നാം രാത്രിയാണ് യഥാർത്ഥ രാത്രി എന്ന് പറഞ്ഞപ്പോൾ അതെ അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ചാടി കയറി അങ്ങ് കിടന്നു. അപ്പോഴേക്കും മീനു ഇങ്ങനെ നോക്കുക. മീനുവിന് സങ്കടമായിട്ടോ. അപ്പോൾ ആഗ്രഹിച്ചതെല്ലാം കൈവിട്ട് പോയതിൻ്റെ ആ ഒരു സങ്കടം. പക്ഷെ മീനു തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ആകാശാനെ തിരിഞ്ഞു കിടക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി. ആകാശ ഏട്ടൻ്റെ അടുത്ത് എന്ന് ഏട്ടനോട് ക്ഷമ ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ആകാശ ഈ പറയുന്നതെന്ന് ചോദിച്ചു ആനന്ദ്. എടാ നീ എൻ്റെ അനുജനല്ലേ, ഒരു നല്ല ജീവിതം നിനക്ക് കിട്ടണമെന്നുള്ളതല്ലേ, അതിലെനിക്ക് സന്തോഷമല്ലേ ഇട ഉണ്ടാവുള്ളൂ. അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല ഏട്ടൻ എന്നെക്കാളും മൂത്തയാൾ, ഏട്ടൻ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. അപ്പോൾ പിന്നെ ഏട്ടന് സങ്കടമാവില്ലേ? നിനക്കെന്താ പറ്റിയ? എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കുകയും വേണ്ട എന്ന് കരുതി ആ പെൺകുട്ടിയെ നീ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു. സമയത്ത് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതെന്ന് ഏത് തന്നെയാണ്. അതൊക്കെ പോട്ടെ. ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്താടാ ഞാനതിനെ ദേഷ്യപ്പെടുന്നത്? വീണ്ടും വീണ്ടും നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മീനാക്ഷി നല്ല കുട്ടിയല്ലേ? അപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിൽ അച്ഛൻ ഏതാണ്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ടെന്നോ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആകാശ് പറഞ്ഞു. എന്തായാലും എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ വിവാഹം നടക്കും, ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കെന്താ പറ്റിയേ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് നമ്മുടെ ആകാശം അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അനുക്കുട്ടി അവിടെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മീന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മളെയൊന്നും ഒരു മൈൻഡില്ല കേട്ടോ എന്ന് അനുക്കുട്ടി പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് മീന് ചോദിച്ചു. അല്ല കല്യാണ ദിവസം എൻ്റെ മുറിയിലായിരുന്നു, അന്ന് രാത്രി അടുക്കളയിൽ നിന്ന് ആഹാരം അടിച്ചു മാറ്റിക്കൊണ്ട് തന്നത് ഞാനാ. ഇന്നിപ്പോൾ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ഇല്ല. കൊള്ളാം, നിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കോടിയെന്ന് മീനു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എന്ത് വിശേഷമാണെന്ന് ചോദിച്ചു. അല്ല ഇന്നലെ എന്താ ഇന്നലെ ആദ്യരാത്രിയൊക്കെ അല്ലായിരുന്നോ? ആദ്യരാത്രിയോ? ഇന്നലെ രണ്ടാം രാത്രിയല്ലേ എന്ന് ചോദിച്ചപ്പം അതല്ല എന്നാലും ആദ്യരാത്രി തന്നെ അല്ലേ എന്നൊക്കെ അനു ചോദിച്ചു. മനസ്സിലായില്ല. അല്ല രണ്ടാം രാത്രി ആണെങ്കിലും ആദ്യരാത്രി അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഓ അങ്ങനെ, ആദ്യ രാത്രി അല്ലേ, അതിനിപ്പോൾ എന്താ? ഓ ചേച്ചിയോട് ഞാൻ മിണ്ടൂല കേട്ടോ എന്ന് പറഞ്ഞു അനുക്കുട്ടി. ചേച്ചി എന്നെ ചുമ്മാ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരികളുടെ ചേട്ടന്മാരെ കല്യാണം കഴിക്കും. എൻ്റെ ഫ്രണ്ട്സ് പറയും അവരുടെ ഏറ്റവും നല്ല കൂട്ട് ചേട്ടത്തി അമ്മയാണെന്ന്, എല്ലാ കാര്യങ്ങളും പറയുന്ന. അങ്ങനെയൊരു രസത്തിന് ഞാനും ചോദിച്ചതാ. എനിക്കും കോളേജിൽ ചെന്നൊരു ഗമയൊക്കെ പറയണ്ടേ? അപ്പോൾ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അറിയണം. അതൊന്നും അറിയണ്ട, എനിക്കറിയണ്ട എന്ന് കൊച്ച്. കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ആണോ? അതേന്നേ, പിന്നെ അല്ലേന്ന്. ആകാശേട്ടൻ എന്താ റൊമാൻറ്റിക് എന്നറിയാവോ? ആകാശേട്ടനോന്ന് മീനുവിനോട് അനു. നിനക്ക് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ കട്ട റൊമാൻറ്റിക്കാ. വർത്താനം ദേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു മീനും. പക്ഷേ പുറത്ത് ആകാശേട്ടൻ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അതൊക്കെ അങ്ങനെയാ, പുറമെ പാവങ്ങളെ പോലെ ഇരിക്കുന്നവരെ വലിയ റൊമാൻസ് ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടിയെന്ന് ചോദിച്ചു. പാടിയോന്നോ? പുതിയ പുതിയ പാട്ടുകളാ ആകാശിന് ഇഷ്ടം അല്ലേ? ആകാശേട്ടൻ അങ്ങനെ പുതിയ പാട്ടൊന്നും കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു അനു. ബെസ്റ്റ്. ഏത് പാട്ടാണ് പാടിയെന്നറിയാമോ? പൊട്ടുതൊട്ട പൗർണമി എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നീ എന്തിവിടെ എടുക്കാനു, നിനക്ക് പഠിക്കാനൊന്നുമില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി വന്നു. അല്ലമ്മേ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ചെന്നിരുന്ന് പഠിക്കടിയെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഓടിച്ചു വിടുക. കേൾക്കേണ്ട വിഷയങ്ങളില്ല. എന്താ ഇത്, നിനക്കൊന്നും യാതൊരു ബോധമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. പോയേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി വഴക്കും പറഞ്ഞങ്ങ് പോയി. ചേച്ചിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോളാൻ പറഞ്ഞ അതിന് കുട്ടി അവിടെ നിന്ന് അങ്ങ് പോയി. നമ്മുടെ മീന് പിന്നെ അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അനു ചോദിച്ച കാര്യം ആകാശിനോട് ചെന്ന് മീനു പറയുന്നു. നീ എന്താ ഈ പറയണേന്ന് ചോദിച്ചു. അല്ല അവൾക്ക് നമ്മുടെ ആദ്യരാത്രിയെക്കുറിച്ച് അറിയണമെന്ന്. എന്നിട്ടെന്ത് നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്തെന്നു? എനിക്ക് പനി വന്ന കാര്യമൊക്കെ നീ പറഞ്ഞോ? ഞാനത് പറയുമോ? ഞാൻ പറഞ്ഞു ആകാശ് ഭയങ്കര റൊമാൻറ്റിക് ആണെന്നും ഞങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടു, കളി പറഞ്ഞു, ഒരുപാട് സംസാരിച്ചു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആകാശിനൊരു കുറ്റബോധം. അപ്പോൾ എന്താ ആകാശ്? അപ്പോൾ എനിക്കറിയാം നിനക്ക് നല്ല വിഷമമായി എന്ന്. അപ്പോൾ ആര് പറഞ്ഞു? എനിക്കറിയാതെ വിഷമം മറച്ചു വെച്ച് നീ സന്തോഷം അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ്. നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളല്ലേ നീ അനുശ്രീയോട് പറഞ്ഞത്? എല്ലാന്ന് പറഞ്ഞു. മീനു വൈകാതെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ആരോ വന്ന് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ ആരാ? നമ്മുടെ ഗോമതി. ആകാശിന് ചായ. അപ്പോൾ എന്താ ആകാശ ചായ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലമ്മ ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ച് നമ്മുടെ മീന് പിടിക്കുക. അതെ ഇന്നലെ രാത്രി അമ്മ വലിയ കമ്പനി ആയിരുന്നല്ലോ, ഇത്ര പെടുന്ന ദേഷ്യം വന്നോ എന്ന് മീന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഗോമതി പുറത്തേക്ക് പോവുക. അപ്പോൾ അമ്മേ
എനിക്കറിയാം അമ്മ ചിരിക്കാത്തത് എന്താണെന്ന്. അച്ഛൻ എവിടെയെങ്കിലും നിന്ന് ശ്രദ്ധിക്കായിരിക്കും എന്നുള്ള പേടിയുണ്ടല്ലോ ചോദിച്ചപ്പം എനിക്കാരും പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയും പേടിച്ച് നമ്മുടെ ഗോമതി തിരിഞ്ഞു നോക്കി. ദേ ഇത്രയേ ഉള്ളൂ ഗോമതി അമ്മ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേ നമ്മുടെ ഗോമതി അങ്ങ് പോയി കേട്ടോ, ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ മീനു ശരിക്കും ഗോമതിയെ കയ്യിലെടുത്തു. അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഇന്നും രാപ്പനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് മീനു അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ ആകാശ് ഇങ്ങനെ ചെകുത്താനും കടലിനും നടുവിലെന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുക. അച്ഛനെ പേടി, അതുപോലെ തന്നെ ഭാര്യയുടെ സന്തോഷങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ അലോഹും കൂടി വീടിൻ്റെ മുറ്റത്ത് വന്നു. മിത്രേ, നീ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞ് ആര്യനെ കാണാൻ പോയിട്ട് ഞാൻ ചുമ്മാതെ ഇങ്ങ് തിരിച്ചു വന്നല്ലേ? നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? അപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഇതേ പോലീസ് വരുന്നു. പോലീസ് വന്നപ്പോഴേക്കും ബാലനും എല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ അലോഹും അതുപോലെ മിത്രയും കൂടി ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുക. ഇത് നോക്കിക്ക് ഇപ്പം തന്നെ ബാലനെ അവർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതല്ല ദേവമംഗലം എന്ന് ചോദിച്ചു പോലീസുകാർ ബാലൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആരാ ബാലൻ എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ സാർ, ബാലേട്ടൻ പാവമാണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ നിൽക്കുന്നു. അതിന് ആരാ നോവിച്ചെന്ന് പറഞ്ഞത്? ആരാ ബാലൻ്റെ മകൻ ആര്യൻ എന്ന് ചോദിച്ചപ്പോൾ അവനും പാവ സാർ, അവനും ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ നിങ്ങളിത് എന്തൊക്കെ ഈ പറയുന്നത് പോലീസുകാരൻ ചോദിച്ചു. അപ്പോഴേക്കും ആര്യൻ ഇറങ്ങി വന്നു. സാറേ ഞാൻ ആര്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ താനിവിടെ ഉണ്ടായിരുന്നോ? വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൊണ്ടുപോകില്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അപ്പോൾ എൻ്റെ മോനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി നിൽക്കും. മാമ ചുമ്മാ ഇരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ പോലീസിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോവുക. ആ സമയം അതല്ലേ വീട് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറം എല്ലാവരും വന്നിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ വലിച്ച നമ്മൾ സാക്ഷി പറയേണ്ടി വരും എന്ന് അനന്തനോട് അലോഹ് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി, എല്ലാ അച്ഛനും മോനോട് അങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര. ആ സമയത്ത് പോലീസുകാർ അങ്ങ് ആര്യനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ആരാ അലോഹ്? അപ്പോൾ എൻ്റെ മോനാണ് സാർ. സാറേ ആ ബാലം വലിയ തരികടയാണെന്നൊക്കെ പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് പോലീസുകാരനോട് പറയാം. അപ്പോൾ അലോഹ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാനാണ് സാർ അലോഹ. അപ്പോൾ നീ നാട്ടുകാരെ തല നടക്കുവാണ് അല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അലോഹിനെ കയറി കൈവച്ച് പോലീസ്. അപ്പോൾ എന്താ സാറേ കാര്യം ചോദിച്ചാൽ അനന്തൻ, ഞാൻ AI ഗ്രൂപ്പിൻ്റെ ഉടമ അനന്തവർമ്മയാണ്, എൻ്റെ അനിയനാണ് അച്യുതൻ, അവൻ്റെ മകനാണ് അലോഹ്, ഇതൊക്കെ പറഞ്ഞ് വരിക. അപ്പോഴേക്കും അവർ ഇന്ദിരാമയും എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങ് വന്നിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇവനെ നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോകുമോ, എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ മിത്ര ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. സാറിനെ എനിക്കറിയാം, പക്ഷേ ഇതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലീസുകാരൻ അനന്തനോട്. സാർ ഇതിൽ ഇടപെടരുത് പ്ലീസ് എന്ന് പറഞ്ഞു. അയ്യോ അലോഹ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും അവരവിടെ കിടന്ന് പെപ്രാളം കൂട്ടും അമ്മയൊക്കെ. നീ ഇതെന്താ ഈ കാണിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ അവർ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ അന്നേരം ഇന്ദിരാമ്മ. അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കാനായിട്ട് അച്യുതൻ പറയുമ്പോൾ നിങ്ങളെന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അനന്തൻ. കാര്യം അറിഞ്ഞാൽ പറ്റൂ. കാര്യം എന്താണെന്നൊക്കെ പറയാം സാറേ. ഇവിടെ താമസിക്കുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലിനെതിരെ അലോഹ് ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ നന്ദിച്ച് നോക്കുക. ബാലൻ മകൻ ആര്യൻ എന്ന ആളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതിനെതിരെയുള്ള പരാതിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ബാലനും ഗോമതി ഇവരെല്ലാവരും ഇങ്ങനെ നോക്കൂ കേട്ടോ എന്താ സംഭവമെന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു. ബാലൻ അങ്ങ് ചെന്നിട്ട് ആര്യ എന്താ ഇതൊക്കെ, നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും എടാ അലോഹേ, ഈ നിൽക്കുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലനെ എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ എന്നെ ചീത്ത പറയും, തല്ലും, ചിലപ്പോൾ കൊന്നിരിക്കും. ഞാനും അച്ഛനും തമ്മിൽ തെറ്റിപ്പിരിയണം അല്ലേ? എൻ്റെ അച്ഛനെ ഞാൻ ജയിലിലാക്കണം അല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ആരെന്നെല്ലാം അങ്ങോട്ട് പൊളിച്ചടിക്കില്ലേ. ബാലൻ കണ്ട് അന്തച്ച് നിൽക്കുക. ഈ നിൽക്കുന്ന ബാലനുണ്ടല്ലോ എൻ്റെ നെഞ്ചിലെ ചൂടാടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പം മറ്റേ അവർ ചമ്മി ഇവർ തലയെടുപ്പോടുകൂടി നിൽക്കുമ്പം സാർ ഈ ബാലനാണ് ഞങ്ങൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇത്ര പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളും പരാതി തരാൻ പറഞ്ഞു പോലീസുകാരൻ. അപ്പോഴേക്കും അനന്തൻ ചെന്നിട്ട് സാറേ ഇവിടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, പരാതിക്കാരൻ പരാതി പിൻവലിച്ചാൽ പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് പറഞ്ഞു. ആര്യ എന്തായാലും ഒരു പാഠം പഠിച്ചല്ലോ, ആ പരാതി പിൻവലിക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടോടാ ഈ മനസ്സ് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ അലോഹിനോട് നീ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അച്ഛനോട് മാപ്പ് പറ, എങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അലോഹ് തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും നമ്മൾ ആര്യം പറഞ്ഞു എൻ്റെ അച്ഛനോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിൻ്റെ പേരിലുള്ള കേസേയും പിൻവലിക്കുള്ളൂ. പിന്നെ നിൻ്റെ ഈ സഹോദരി ഉണ്ടല്ലോ, നിന്നെ ഇളക്കി വിടുന്നവള്, ഇവളെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കേണ്ടതാണ്, പക്ഷേ തൽക്കാലത്തേക്ക് ഞാനത് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അനന്തൻ ചെന്ന് മാപ്പ് ചോദിക്കടാമെന്ന് പറഞ്ഞുകൊണ്ട് അലോഹിനെ പറഞ്ഞുവിടും. അങ്ങനെ ബാലൻ്റെ മുന്നിൽ നിന്ന് അലോഹ് മാപ്പ് പറയുന്നു. പോലീസുകാർ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ കാര്യങ്ങൾക്ക് ഏകദേശമൊക്കെ തീരുമാനമായി. അലോഹിനെ പിടിച്ച് വലിച്ച് അവർ കൃഷ്ണമംഗലത്തേക്ക് പോയി. അത് ആര്യൻ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ബാലൻ ആര്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്ന് പറഞ്ഞൊരു മുകളിൽ എന്ന് പറഞ്ഞാൽ താങ്ക്സ്, അതല്ലേ ഒരു മോൻ അച്ഛന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു എന്ന് പറഞ്ഞു ധർമ്മൻ അങ്ങ് ചെന്നു. പിന്നെ ഒരു കാര്യം, ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പോലീസിനെ കൊണ്ടുവരണ്ട എന്ന് ബാലൻ പറയുന്നു.
നാശിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിൽക്കുക കേട്ടോ അന്നേരം. അപ്പോഴും ബാലൻ അങ്ങനെ തന്നെ, ഇങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിന് അങ്ങോട്ടും സ്നേഹം കാണിക്കും. പക്ഷേ എന്നെ നീ വേദനിപ്പിച്ചതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ബാലനകത്തേക്ക് കയറി പോകുന്നത്. വെറുതെ വെള്ളം കോരുത് വെച്ച. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ബാലനകത്തേക്ക് കയറിപ്പോയി. എന്തായാലും കാര്യങ്ങൾ ഏകദേശമൊക്കെ അങ്ങനെ ആ ഒരു ഇതൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും